പലപ്പോഴും പേഷ്യൻസിന് ഒരു ഡൗട്ട് ഉണ്ട്, ഇംപ്ലാന്റ് എന്താണ്, ബ്രിഡ്ജ് എന്താണെന്നുള്ളത്. സോ നോർമലി നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ബ്രിഡ്ജ് എന്നുള്ളത് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ടീത്തിനെ നമ്മൾക്ക് എങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം, അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള ടൂത്തിനെ നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ചെറുതാക്കിയിട്ട് അതിന്റെ സപ്പോർട്ടോട് കൂടി ആ മിസ്സിംഗ് ടീത്തിനും കൂടി ചേർന്ന ഒരു പാലം പോലെ ചെയ്യുന്നതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് ഈ ബ്രിഡ്ജിങ്ങിനേക്കാളും നമുക്ക് നല്ല ഓപ്ഷനാണ് ഇംപ്ലാന്റ് എന്നുള്ളത്. സോ ഇംപ്ലാന്റ് എന്നുള്ളത് അടുത്തുള്ള ടൂത്തുകളെ നമ്മളൊന്നും ശല്യപ്പെടുത്തുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല, ചെറുതാക്കുന്നില്ല. എവിടെയാണോ നമുക്ക് പോയ പല്ല് അതിനെ നാച്ചുറൽ ടീത്തിനെ മിമിക് ചെയ്യണ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഇംപ്ലാന്റിന് ഒരു വേര് പോലെ, നമ്മുടെ നോർമൽ ടീത്തിനുള്ള വേര് പോലെ തന്നെ ആ ഒരു ഇംപ്ലാന്റ് സ്ക്രൂ നമ്മൾ ചെയ്യുന്നു, അതിന്റെ മുകളിൽ നമ്മൾ ക്യാപ്പ് ഇടുന്നു. നോർമലി ഒരു ബ്രിഡ്ജ് ചെയ്യണ സമയത്ത് ഈ ബ്രിഡ്ജിന്റെ അടിയിൽ ഭക്ഷണം കുടുങ്ങാനും ഈ ബ്രിഡ്ജിന്റെ അഡ്ജസന്റ് ടീത്തില് ഒരു പിന്നീട് ക്യാവിറ്റി അല്ലെങ്കിൽ കാരീസ് ഉണ്ടാവാനുള്ള സാധ്യതകളും ആ പല്ല് മിസ്സിങ് ആവാനും. സോ നോർമലി നമ്മൾ പറയും ഒരു മാക്സിമം ഒരു 10-15 years ഒക്കെയാണ് ഒരു ബ്രിഡ്ജിന്റെ കാലാവധി ഉള്ളൂ. പക്ഷെ ഇംപ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഈ അഡ്ജസന്റ് ടൂത്തിനൊന്നും തൊടാത്തത് കൊണ്ടും നമ്മുടെ നാച്ചുറൽ ബോണിൽ വൺസ് അത് ഹീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയതുകൊണ്ടും എപ്പോഴും ഇംപ്ലാന്റ് തന്നെയാണ് ഒരു ബെറ്റർ സൊല്യൂഷൻ.